തനിക്ക് വോട്ട് ചെയ്യണം, തന്നെ സ്നേഹിക്കുന്ന, തൻ്റെ സുധിയേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവരും തനിക്ക് സപ്പോർട്ട് ചെയ്യണം, വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ രേണുസുധിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പം ചിലർക്ക് സംശയം തോന്നാം, ബിഗ് ബോസിലുള്ള രേണുസുധി എങ്ങനെയാണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നതെന്നല്ലേ. അതായത് എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഇല്ലെങ്കിൽ PR ടീമിന് മിക്ക ആൾക്കാരും PR ടീമിനെ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. മിക്കെന്നല്ല, എല്ലാവരും തന്നെ PR ടീമിനെ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ തന്നെ എടുത്തു വെച്ചിട്ടുള്ളതായിരിക്കും ഈ ഒരു വീഡിയോസ്. എല്ലാ വീക്കിലുള്ളതും എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. ഏതൊക്കെ വീക്കിൽ ആവശ്യമുണ്ടോ അപ്പോഴും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഒരു ശരിയായ നടപടിയാണ് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദിക്കും, ഇങ്ങനൊരു കാര്യം ചെയ്ത് എന്തിനാണെന്ന്. അതല്ല ഇതിനി ബിഗ് ബോസിൻ്റെ അതൊരു പ്രശ്നമല്ലേ എന്ന് എനിക്കറിയില്ല. കാര്യം വോട്ട് ചോദിക്കുന്നത് ബിഗ് ബോസിനകത്ത് രേണുസുധി ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും രേണുസുധിക്ക് വേണ്ടി വോട്ട് ചെയ്യണമല്ലോ. അങ്ങനെ ചിന്തിച്ച് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ചാൻസ് കൊടുക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം ഇതിനൊക്കെ ഒരു നിയമം ഉണ്ടല്ലോ. ബിഗ് ബോസിനകത്തുള്ള ഒരാൾ വന്ന് എങ്ങനെ ചോദിക്കും? അപ്പോൾ ഇനി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇത് കുഴപ്പമില്ലെന്ന് പറയുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം തൊട്ട് ഇതൊരു ട്രെൻഡായിരിക്കും. എല്ലാവരും പല രീതിയിലുള്ള വോട്ട് അഭ്യർത്ഥനയുമായിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് സമ്മതിക്കുമെന്ന്. കാര്യം ഇതൊരു റൂളാണ്, ഇതൊരു ഷോയാണ്, എല്ലാവരും ഇവിടെ ഈക്വലാണ്. ആ രീതിയിലായിരിക്കണം ഗെയിം പോകുന്നത് അല്ലേ. ഇതൊരാൾ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് വരുന്നതെന്ന് പറയുന്നത് വളരെ മോശമായൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രേണുസുധിക്ക് അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ട്. ആൾ നെഗറ്റീവാണ് പുറത്തെങ്കിലും രേണുസുധി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഒരു വോട്ട് എന്തായാലും കിട്ടും. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഒരു ഔട്ടായി പോകുന്ന ഒരാളല്ല രേണുസുധി. മാത്രമല്ല, അക്ബർ ഇപ്പോൾ രേണുസുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച പേരിൽ രേണുസുധിക്ക് കുറച്ചും കൂടി സപ്പോർട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പ്രകടമാവും. നമ്മുടെയൊക്കെ വീഡിയോസ് ഇടുമ്പോൾ നമുക്കത് മനസ്സിലാവും. പല വീഡിയോസിൻ്റെ അടിയിലും നമുക്ക് മനസ്സിലാവും. പിന്നെ അതൊക്കെ കുറേ PR ടീം ഉണ്ട് എങ്കിൽ പോലും ഒരുപാട് പോസിറ്റീവ് കമൻറ്റ്സ് ഇപ്പോൾ രേണുസുധിക്ക് വരുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു പ്രശ്നം, ഈ അക്ബറിൻ്റെ ഒറ്റ പ്രശ്നം കൊണ്ട് രേണുസുധിക്ക് നല്ല വോട്ടും ഒക്കെ കിട്ടുന്നുണ്ട്. എന്ത് തന്നെ ആയാലും രേണുസുധിയുടെ ഈ ഒരു വീഡിയോ, ഈ വോട്ട് ചോദിക്കുന്ന വീഡിയോയോട് എനിക്ക് പോസിറ്റീവായിട്ടൊന്നും തോന്നുന്നില്ല. അത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകുന്നില്ല. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അത് വേണ്ടിയിരുന്നില്ല. അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.